ഇതുപോലുള്ള കഥകൾക്കായി NKS ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ആവശ്യപ്രകാരം തിരശീല കഥ പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരി, കഥ ശ്രദ്ധിച്ച് കേൾക്കണം. ചിത്രപുരം എന്നൊരു രാജ്യത്ത് കീർത്തിവീരൻ എന്നൊരു രാജകുമാരനും വീരഭദ്രൻ എന്നൊരു മന്ത്രികുമാരനും ഉണ്ടായിരുന്നു. ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സൗഹൃദത്തിനു വേണ്ടി പരസ്പരം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറുള്ളവർ. ഇരുവരും എപ്പോഴും ഒരുമിച്ചുണ്ടാവും. പരസ്പരം പിരിഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത് പോലും രണ്ടുപേർക്കും വിഷമമാണ്. രാജവീഥികളിലൂടെയുള്ള സഞ്ചാരവും മറ്റു വിനോദങ്ങളും മടുക്കുമ്പോൾ ഇരുവരും കാനനത്തിലൂടെ സഞ്ചരിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു നാൾ ഇരുവരും കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും കാട്ടുചോലകളിൽ ഇറങ്ങി ഉല്ലസിച്ചും ഒടുവിൽ അവർ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. കീർത്തിവീരൻ തളർന്ന് ഒരു മരച്ചുവട്ടിലിരുന്നു. ആ സമയത്ത് വീരഭദ്രൻ പരിസരം വീക്ഷിക്കാനായി ചുറ്റുമുള്ള സ്ഥലങ്ങളിലൂടെയെല്ലാം നടന്നു. അധികം ദൂരെയല്ലാതെ ഒരു ശിവക്ഷേത്രം വീരഭദ്രൻ കണ്ടെത്തി. ആ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അതിസുന്ദരിയായൊരു യുവതിയുടെ പ്രതിമയുണ്ടായിരുന്നു. ആ പ്രതിമയുടെ സൗന്ദര്യം കണ്ട് വീരഭദ്രൻ അല്പനേരം അത്ഭുതപ്പെട്ട് നിന്നുപോയി. മനസ്സംയമനം വീണ്ടും കിട്ടിയപ്പോൾ രാജകുമാരൻ കിടന്നുറങ്ങുന്ന മരച്ചുവട്ടിലേക്ക് അവൻ തിരിച്ചു വന്നു. രാജകുമാരൻ അപ്പോഴേക്കും ഉണർന്ന് മന്ത്രികുമാരനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നീ എവിടെ പോയിരുന്നു വീര? അയാൾ ചോദിച്ചു. ഞാൻ ചുറ്റുപാടും ഒന്ന് വീക്ഷിക്കാൻ പോയതാ. എന്നിട്ട് എങ്ങനെയുണ്ട് സ്ഥലം? വളരെ മനോഹരമാണ്. എങ്കിൽ ഇനി നീ അല്പനേരം വിശ്രമിക്കൂ, ഞാനൊന്ന് നടന്നിട്ട് വരാം, കീർത്തിവീരൻ പറഞ്ഞു. അത് കേട്ട് വീരഭദ്രൻ ആശങ്കയോടെ രാജകുമാരനെ നോക്കി. ചഞ്ചലചിത്തനായ രാജകുമാരൻ ആ യുവതിയുടെ പ്രതിമ കണ്ടെത്തിയാൽ ആകെ കുഴപ്പമാവുമെന്ന് മനസ്സിലാക്കിയ വീരഭദ്രൻ അദ്ദേഹത്തോട് പറഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നിന്റെ സുരക്ഷ എനിക്ക് വളരെ പ്രധാനമാണ് കീർത്തിവീര. അല്പം വടക്ക് മാറി ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അതിൻ്റെ അരികിലേക്ക് പോകരുത്. മറ്റു സ്ഥലങ്ങളെല്ലാം യഥേഷ്ടം ചുറ്റിക്കറങ്ങിക്കൊള്ളൂ. രാജകുമാരൻ പുഞ്ചിരിയോടെ സമ്മതിച്ചു. അയാൾ നടക്കാൻ ആരംഭിച്ചു. ഏറെ ദൂരം നടന്നപ്പോൾ മന്ത്രികുമാരൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അദ്ദേഹം ആകാംക്ഷയോടെ ചിന്തിച്ചു, എന്താവും ആ ശിവക്ഷേത്രത്തിന് അരികിലുള്ളത്? ഒന്ന് പോയി നോക്കിയാലോ? ഉറ്റചങ്ങാതിയായ വീരഭദ്രൻ പറഞ്ഞത് ധിക്കരിക്കാനാവില്ല. എന്തെങ്കിലും അപകടം അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. എങ്കിലും ആകാംക്ഷ അതിനേക്കാളേറെ രാജകുമാരനെ കീഴ്പ്പെടുത്തി. എന്തായാലും ശ്രദ്ധയോടെ പോയി ആ സ്ഥലമൊന്ന് കാണാൻ അദ്ദേഹം തീരുമാനിച്ചു. കീർത്തിവീരൻ വടക്കോട്ട് നടന്ന് ഒടുവിൽ ആ ശിവക്ഷേത്രം കണ്ടെത്തി. സാധാരണ ഒരു ക്ഷേത്രമെന്നല്ലാതെ ഒരു പ്രത്യേകതയും അദ്ദേഹത്തിന് അവിടെ തോന്നിയില്ല. പക്ഷേ ക്ഷേത്രത്തിന് ചുറ്റും നടന്നപ്പോഴാണ് അദ്ദേഹം അതിസുന്ദരിയായ ആ യുവതിയുടെ പ്രതിമ കണ്ടത്. തൽക്ഷണം അവളുടെ സൗന്ദര്യത്തിൽ രാജകുമാരൻ മയങ്ങിപ്പോയി. പ്രതിമയുടെ കയ്യിലുണ്ടായിരുന്ന പൂച്ചെണ്ട് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ സുന്ദരിക്കുട്ടി, നിന്റെ കയ്യിലുള്ള ആ പൂവ് എനിക്ക് തന്നൂടെ? അല്പസമയം പ്രതിമയെ പ്രണയാർദ്രമായി നോക്കി നിന്ന ശേഷം അദ്ദേഹം വീണ്ടും അതേ വാചകം ആവർത്തിച്ചു. എത്ര നേരം കഴിഞ്ഞിട്ടും ആ പ്രതിമയുടെ സൗന്ദര്യം തീർത്ത മോഹന വലയത്തിൽ നിന്നും തിരിച്ചു വരാൻ കീർത്തിവീരന് കഴിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും അതേ വാചകം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മന്ത്രികുമാരൻ ഉറക്കമുണർന്നപ്പോൾ രാജകുമാരനെ കണ്ടില്ല. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പരിഭ്രമത്തോടെ മന്ത്രികുമാരൻ ആ ശിവക്ഷേത്രത്തിനടുത്തേക്ക് ഓടി. വളരെ അകലെ നിന്നും തന്നെ രാജകുമാരൻ്റെ ശബ്ദം മന്ത്രികുമാരൻ കേട്ടിരുന്നു. അല്ലയോ സുന്ദരിക്കുട്ടി, നിന്റെ കയ്യിലുള്ള ആ പൂവ് എനിക്ക് തന്നൂടെ? മന്ത്രികുമാരൻ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രതിമയുള്ള ഭാഗത്തേക്കെത്തി. നാളെ രാജ്യം ഭരിക്കേണ്ട കീർത്തിവീരൻ കേവലം ഒരു സ്ത്രീ പ്രതിമയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ അപഹാസ്യനാവുന്നത് കണ്ടു നിൽക്കാൻ വീരഭദ്രന് കഴിഞ്ഞില്ല. അദ്ദേഹം കീർത്തിവീരനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കീർത്തിവീര, തിരിച്ചു പോകാം. നീ എന്താണ് ഈ കാണിക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ എന്തു വിചാരിക്കും? വാ, നമുക്ക് തിരിച്ചു പോകാം. രാജകുമാരൻ വീരഭദ്രൻ പറഞ്ഞത് കേൾക്കുന്നു പോലും ഉണ്ടായില്ല. പ്രണയാവേശത്തോടെ ആ പ്രതിമയ്ക്ക് ചുറ്റും നൃത്തം ചെയ്തുകൊണ്ട് അയാൾ ഈ വാചകം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വീരഭദ്രൻ കീർത്തിവീരന്റെ തോളിൽ പിടിച്ച് വലിക്കുകയും അയാളെ പൊക്കിയെടുത്ത് ക്ഷേത്രത്തിന്റെ മറുഭാഗത്ത് കൊണ്ടു നിർത്തുകയും ചെയ്തു. അയാളെ കുലുക്കി വിളിച്ചുകൊണ്ട് വീരഭദ്രൻ പറഞ്ഞു, കീർത്തിവീര, സമയമായി, നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം. സ്വപ്നത്തിൽ നിന്നും ഉണർന്നതുപോലെ ഒരു നിമിഷം കീർത്തിവീരൻ വീരഭദ്രനെ പുഞ്ചിരിയോടെ നോക്കി. സമാധാനത്തോടെ വീരഭദ്രൻ അയാളുടെ പിടുത്തം വിട്ടു. പെട്ടെന്ന് കീർത്തിവീരൻ പ്രണയാർദ്രമായി വീരഭദ്രനെ നോക്കിക്കൊണ്ട് പഴയ വാചകം ഉരുവിട്ടു. അല്ലയോ സുന്ദരിക്കുട്ടി, നിന്റെ കയ്യിലുള്ള പൂ നീ എനിക്ക് തരില്ലേ? അടുത്ത നിമിഷം തന്നെ നൃത്തം വെച്ചുകൊണ്ട് അയാൾ ആ പ്രതിമയുടെ അരികിലേക്ക് തിരിച്ചുപോയി. സമയം അയാളുടെ മുന്നിൽ നിശ്ചലമായി പോയിരിക്കുന്നുവെന്നും ആ പ്രതിമ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന യുവതിയുടേതാണെങ്കിൽ അവളെ കണ്ടെത്തി മുന്നിൽ നിർത്തിക്കൊടുത്താലല്ലാതെ രാജകുമാരനെ തിരികെ കിട്ടില്ല എന്ന് വീരഭദ്രന് മനസ്സിലായി. അദ്ദേഹം പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. അപ്പോഴാണ് ക്ഷേത്രത്തിലെ പൂജാരി അവിടേക്ക് വന്നത്.
നിങ്ങളാരാ? ഇയാളിതെന്താണ് ഈ കാണിക്കുന്നത്? ബുദ്ധിഭ്രമമുള്ള യുവാവാണോ? ചിത്രപുരത്തെ രാജകുമാരനാണ് ഈ നിൽക്കുന്നത് എന്ന വിവരം വീരഭദ്രൻ ആ പൂജാരിയിൽ നിന്നും മറച്ചുവെച്ചു. ആ, എൻ്റെ കൂട്ടുകാരനാണ്. ആൾക്ക് ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്യണം. ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം. തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു രത്നമാല എടുത്ത് പൂജാരിക്ക് നൽകിക്കൊണ്ട് വീരഭദ്രൻ പറഞ്ഞു. പൂജാരി അത് സ്വീകരിച്ചിട്ട് സംശയത്തോടെ അയാളെ നോക്കി. വീരഭദ്രൻ തുടർന്നു. നിങ്ങൾ എനിക്കൊരു കാര്യം കൂടി പറഞ്ഞു തരണം. ഈ കൽപ്രതിമ ആരുടേതാണ്? ഇത് ആരാണ് ഉണ്ടാക്കിയത്? പൂജാരി പറഞ്ഞു. ഇത് ആരുടേതാണ് എന്നൊന്നും എനിക്കറിയില്ല. ഇത് പട്ടണത്തിലുള്ള ഒരു ശില്പി പണിതതാണ്. ഇവിടെ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ചേര രാജ്യത്ത് ചെന്നെത്തും. അവിടെ ശില്പികൾ മാത്രം താമസിക്കുന്ന ഒരു തെരുവുണ്ട്. ആ തെരുവിൽ വലത് ഭാഗത്ത് 16ാമത്തെ വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. തന്ത്രിയോട് നന്ദി പറഞ്ഞിട്ട് വീരഭദ്രൻ രാജകുമാരൻ്റെ അരികിലേക്കെത്തി. കീർത്തിവീര, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുത് എന്ന്. എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നോ? പക്ഷെ നിന്നെ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. ഇനി എൻ്റെ മുന്നിൽ ആകെയുള്ള ഒരു വഴി ഇത് മാത്രമാണ്. ഞാനൊരു യാത്ര പോവുകയാണ്. നിന്റെ ഈ രാജകുമാരി ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടെത്തും. ഞാൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം അവളും ഉണ്ടാവും. രാജകുമാരനെ ആ തന്ത്രിയെ ഏൽപ്പിച്ചിട്ട് ശില്പിയെ തേടി മന്ത്രികുമാരൻ യാത്ര തുടർന്നു. ചേര രാജ്യത്ത് ചെന്നെത്തി അദ്ദേഹം ശില്പിയുടെ വീട് കണ്ടെത്തി. ആരാ? എന്തു വേണം? ശില്പി ചോദിച്ചു. നിങ്ങളാണോ കാനനക്ഷേത്രത്തിൽ സുന്ദരിയായൊരു യുവതിയുടെ പ്രതിമ നിർമ്മിച്ചത്? അതെ. എന്തുപറ്റി? പ്രതിമ വല്ലതും നിർമ്മിക്കാനുണ്ടോ? ഇപ്പോഴില്ല, പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് കുറച്ച് അധികം പ്രതിമകൾ നിർമ്മിക്കാനുണ്ട്. അതിനു മുൻപ് ആ പ്രതിമയ്ക്ക് നിങ്ങൾ മാതൃകയാക്കിയ യുവതി ഏതാണെന്നൊന്ന് പറയാമോ? അയ്യോ, അതൊന്നും എനിക്കറിയില്ല, ശില്പി പറഞ്ഞു. എന്നുവെച്ചാൽ ആ പ്രതിമ ഒരു സാങ്കല്പിക സൃഷ്ടിയാണെന്നാണോ? മന്ത്രികുമാരൻ ആകാംക്ഷയോടെ ചോദിച്ചു. പൂർണ്ണമായും അങ്ങനെയല്ല. ഒരിക്കൽ എനിക്കൊരു നഖത്തിൻ്റെ കഷ്ണം കിട്ടി. അതൊരു യുവതിയുടേതായിരുന്നു. അതുവച്ച് സുന്ദരിയായ ആ യുവതിയുടെ രൂപം എൻ്റെ ഭാവനയിൽ നിന്ന് ഞാൻ മെനഞ്ഞെടുത്തതാണ്. അത് കേട്ട് മന്ത്രികുമാരൻ ധർമ്മസങ്കടത്തിലായി. ചുറ്റും നോക്കിയപ്പോൾ അദ്ദേഹം ആ ശില്പി നിർമ്മിച്ച നിരവധി പ്രതിമകൾ അവിടെ കണ്ടു. എല്ലാം വളരെ മനോഹരമായിരുന്നു. പ്രതിമയിലെ യുവതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റാൻ സാധ്യതയില്ല എന്ന് മന്ത്രികുമാരൻ ചിന്തിച്ചു. നിങ്ങൾക്ക് എവിടുന്നാണ് ആ നഖത്തിൻ്റെ കഷ്ണം കിട്ടിയത് എന്ന് പറയാമോ? അയാൾ ചോദിച്ചു. അതൊക്കെ വലിയ കഥയാണ് ചങ്ങാതി. അടുത്ത ഗ്രാമത്തിൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ എന്നെ കാണാൻ വന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ രത്നമെന്ന് തോന്നിക്കുന്ന ഒരു വസ്തു അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതുവച്ച് എൻ്റെ മകൾക്ക് കഴുത്തിലിടാൻ ഒരു ആഭരണം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അയാളുടെ കയ്യിൽ നിന്നും അത് വിലയ്ക്ക് വാങ്ങി. പിറ്റേ ദിവസം പണി തുടങ്ങാൻ വേണ്ടി അത് എടുത്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് രത്നമൊന്നുമല്ല, വെറും ഒരു നഖത്തിൻ്റെ കഷ്ണമാണെന്ന്. നഷ്ടം വന്ന പണം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണ്ടേ? അതുവച്ച് ഞാനൊരു പ്രതിമയുണ്ടാക്കി. അതിൻ്റെ വിരലിൻ്റെ അറ്റത്ത് ആ നഖവും ചേർത്ത് വെച്ചു. ഇതാണ് ഉണ്ടായത്. അത് കേട്ട് മന്ത്രികുമാരൻ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ആളുടെ വിവരങ്ങൾ ശേഖരിച്ച് ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അധികം താമസിയാതെ അദ്ദേഹം അയാളെ കണ്ടെത്തുകയും ചെയ്തു. യാതൊരു മുഖവുരയുമില്ലാതെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വിശേഷപ്പെട്ട ഒരു രത്നം ചേരരാജ്യത്തുള്ള ഒരു ശില്പിക്ക് വിറ്റിരുന്നോ? വന്നിരിക്കുന്ന ആളുടെ വേഷവിധാനങ്ങൾ ശ്രദ്ധിച്ച മൺപാത്രമുണ്ടാക്കുന്നയാൾ ആ ചോദ്യം കേട്ട് ഭയന്നുപോയി. അത് മനസ്സിലാക്കിയ മന്ത്രികുമാരൻ പറഞ്ഞു, പേടിക്കണ്ട, എനിക്കൊരു വിവരം അറിയാൻ വേണ്ടിയാണ്. ധൈര്യമായി പറഞ്ഞോളൂ. അത് രത്നമൊന്നും ആയിരുന്നില്ല തിരുമനസേ. എനിക്കതൊരു വേടൻ കൊണ്ട് തന്നതാണ്. കണ്ടപ്പോൾ ഒരു രത്നമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ നോക്കിയപ്പോഴാണ് അത് വെറും ഒരു നഖത്തിൻ്റെ കഷ്ണമാണെന്ന് മനസ്സിലായത്. നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഈ വിവരം മറച്ചുവെച്ച് അതൊരു രത്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ശില്പിക്ക് വിറ്റു. മന്ത്രികുമാരൻ വീണ്ടും നിരാശനായി. അയാളിൽ നിന്ന് വേടൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് അദ്ദേഹം വേടനെ തേടി യാത്രയായി. താൻ തന്നെയാണ് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്ക് ആ നഖത്തിൻ്റെ കഷ്ണം വിറ്റത് എന്ന് വേടൻ തുറന്നു സമ്മതിച്ചു. തനിക്ക് ആ നഖത്തിൻ്റെ കഷ്ണം കാട്ടിലൊരു വലിയ ആൽമരത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ കിട്ടിയതാണെന്നും അത് രത്നമാണെന്ന് വിചാരിച്ച് തന്നെയാണ് താനത് വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നും പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ നോക്കിയപ്പോഴാണ് അത് വെറും ഒരു നഖം മാത്രമാണെന്ന് മനസ്സിലായത് എന്നും വേടൻ പറഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വീരഭദ്രൻ ആ ആൽമരത്തിന് ചുവട്ടിൽ പോയിരുന്നു. തൻ്റെ യാത്ര എവിടെയും എത്താതെ അവസാനിച്ചതുപോലെ അയാൾക്ക് തോന്നി. രാത്രിയായപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ഓരിയിടലും മുരൾച്ചയും കേട്ടു തുടങ്ങി. ഇനിയും അവിടെ ഇരുന്നാൽ തന്നെ ഏതെങ്കിലും ഒരു മൃഗം വന്ന് ആക്രമിക്കുമെന്ന് വീരഭദ്രന് മനസ്സിലായി. ഉടൻ തന്നെ അവൻ മരത്തിന് മുകളിലേക്ക് കയറി. മരത്തിന് മുകളിൽ ഒരു ഉയർന്ന കൊമ്പിൽ കയറി വിഷമത്തോടെ അവനിരുന്നു. ആ കൊമ്പിനരികിൽ ഒരു ചെറിയ പൊത്തുണ്ടായിരുന്നു. അതിലൊരു പറ്റം പഞ്ചവർണ്ണ കിളികൾ പാർത്തിരുന്നു. അതിലൊരു കിളി അയാളെ കണ്ട് അടുത്തേക്ക് വന്നു. നിങ്ങളെ കണ്ടിട്ട് രാജകൊട്ടാരത്തിൽ നിന്ന് വരുന്നത് പോലെ ഉണ്ടല്ലോ. എന്തിനാണ് ഈ കാട്ടിൽ വന്ന് മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നത്?
കൊട്ടാരത്തിലെ പട്ടുമത്തെയെല്ലാം അടുത്തോ? പക്ഷികളുടെ ഭാഷ അറിയാവുന്ന വീരഭദ്രൻ ആ പക്ഷിയെ നോക്കി. അയാൾ പറഞ്ഞു, അതൊരു വലിയ കഥയാണ് ചങ്ങാതി. ഇനി അത് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ എന്നൊന്നും അറിയില്ല. ഏതായാലും ലക്ഷ്യം നേടാനാവാതെ എനിക്ക് തിരിച്ചു പോകാനാവില്ല. ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ചിന്തിക്കും. നേരം പുലരുന്നതിന് മുൻപ് എൻ്റെ മുന്നിലൊരു വഴി തെളിഞ്ഞില്ല എങ്കിൽ ഞാൻ ഈ മരത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യും. അത് കേട്ട് പഞ്ചവർണ്ണ പക്ഷി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിഷമമെന്ന് പറഞ്ഞില്ലല്ലോ? എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ താങ്കൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയാലോ? അത് കേട്ട് വീരഭദ്രൻ കഥ മുഴുവൻ ആ പഞ്ചവർണ്ണ പക്ഷിയോട് പറഞ്ഞു. മുഴുവൻ കേട്ട ശേഷം പക്ഷി പറഞ്ഞു, ചങ്ങാതി, എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആ നഖത്തിൻ്റെ കഷ്ണം ഈ മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ടത് ഞാനാണ്. അകലെയുള്ള ദ്വീപുകളിലേക്ക് തീറ്റ തേടി പോകുന്നത് ഞങ്ങളുടെ പതിവാണ്. ഒരിക്കൽ 7 കടലുകൾക്ക് അപ്പുറമുള്ള ഒരു ദ്വീപിൽ ഒരു 7 നില മാളികയുടെ മുകളിൽ അതിസുന്ദരിയായൊരു യുവതി നിന്ന് തൻ്റെ മുടി ചീകി ഒതുക്കുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് അവളുടെ നഖത്തിൻ്റെ ഒരു കഷ്ണം അടർന്നു നിലത്തേക്ക് വീണു. അതൊരു രത്നം പോലെ തിളങ്ങാൻ തുടങ്ങി. അവളുടെ മാലയിൽ നിന്നെങ്ങാനും അടർന്നു വീണ രത്നമാകും അത് എന്ന് വിചാരിച്ചാണ് ഞാനത് എടുത്തത്. ഇവിടെ എത്തിയ ഉടനെ എൻ്റെ മുത്തച്ഛന് സമ്മാനമായി ഞാനത് കൊടുത്തു. അദ്ദേഹം അത് നോക്കിയിട്ട് പറഞ്ഞു, എന്താണ് നീ ഈ കൊത്തിക്കൊണ്ടു വന്നിരിക്കുന്നത്? ഇതാരുടെയോ നഖമല്ലേ? അശുദ്ധമായ ഈ വസ്തു ഇവിടെ എങ്ങും വയ്ക്കരുത്, പുറത്തേക്ക് കൊണ്ട് കളയൂ. അത് കേട്ട് ഞാനത് പുറത്തേക്ക് കളഞ്ഞു. ആ സമയത്ത് ഈ മരത്തിന് താഴെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ വേടൻ അയാളാവാനാണ് സാധ്യത. പക്ഷി പറഞ്ഞ കഥ കേട്ടപ്പോൾ വീരഭദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി. പക്ഷി തുടർന്നു, പക്ഷേ ആ ദ്വീപിൽ പോകാനോ ആ കുമാരിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ നിങ്ങൾക്ക് സാധിക്കില്ല. 7 കടലുകൾക്കപ്പുറമാണത്. യാത്ര വളരെയധികം അപകടം നിറഞ്ഞതാണ്. ചെറിയൊരു അശ്രദ്ധ പോലും മരണത്തിനിടയാക്കും. മാത്രമല്ല, സമുദ്രമാർഗം നിങ്ങൾ എത്ര വേഗത്തിൽ സഞ്ചരിച്ചാലും അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് നാളുകൾ കഴിയും. ഈ ഉദ്യമം ഉപേക്ഷിച്ച് കൊട്ടാരത്തിലേക്ക് തിരികെ പോയിക്കൊള്ളൂ. പറയാൻ വിഷമമുണ്ട്, പക്ഷേ രാജകുമാരനെ മറന്നു കളയുന്നതാണ് നല്ലത്. ഇല്ല ചങ്ങാതി, എനിക്ക് പാതി വഴിക്ക് മടങ്ങാനാവില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ജീവൻ പോയാലും ഞാനത് പാലിക്കും. സ്വന്തം കൂട്ടുകാരന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ആ മന്ത്രികുമാരനെ കണ്ട് പഞ്ചവർണ്ണ പക്ഷി അത്ഭുതത്തോടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. പക്ഷെ അത് എളുപ്പമല്ല. ഇവിടെ നിന്നും 100 വാര അകലെ ഒരു വലിയ വൃക്ഷമുണ്ട്. അതിനു മുകളിൽ 2 ആനറഞ്ചി പക്ഷികൾ താമസിക്കുന്നുണ്ട്. അവരുടെ പ്രീതി പിടിച്ചു പറ്റിയാൽ അവർ നിങ്ങളെ സഹായിക്കും. സൂക്ഷിക്കണം, വഴിയിൽ പതിയിരിക്കുന്നത് മരണമാണ്. നന്ദിയുണ്ട് ചങ്ങാതി. ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിൽ ഇരുട്ട് മാത്രമായിരുന്നു. ദുർഘടമാണെങ്കിലും മുന്നിലിപ്പോലൊരു വഴിയുണ്ടല്ലോ. ഞാൻ അതിലെ തന്നെ ഒന്ന് പോയി നോക്കാം. 7 കടലുകൾക്കപ്പുറം ചെന്ന് ആ യുവതിയെ കാണാനാവുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബാക്കിയെല്ലാം വിധി തീരുമാനിക്കട്ടെ.